പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വാസവനും ശ്രീനിസാറും കൂടെ ഒന്നാവുകയാണ്. അവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ്, എന്തായാലും ഇതിൻ്റെ പുറകിൽ ആരോ കളിച്ചിട്ടുണ്ട്, ആരായാലും കണ്ടുപിടിക്കണമെന്ന് വാസവൻ ഉറപ്പിച്ച് പറയാണ്. അതിന് ഞാൻ വാസവൻ്റെ കൂടെയുണ്ട്. കാരണം ഞാനല്ല ഈ തെറ്റ് ചെയ്തതെന്ന് എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമാണ്. വിക്രം നിരപരാധിയാണെന്ന് തെളിയിക്കണം. അതുകൊണ്ട് ഞാനും ഈ കാര്യത്തിൽ വാസവൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൈ കൊടുക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രശേഖരനും ശ്രീകാന്തും വളരെ സന്തോഷത്തിലായി. എന്തായാലും പുളിക്കിനെ തട്ടിയല്ലോ ഇനിയിപ്പം. അതുകൊണ്ട് തന്നെ ഇനി ഈ സത്യങ്ങളാരും പുറത്ത് പറയത്തില്ല, വിക്രം അകത്താവുകയും ചെയ്യും എന്നുള്ളൊരു സന്തോഷത്തിൽ തന്നെ നിൽക്കുകയാണ്. ഈ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചന്ദ്രശേഖരൻ്റെ അടുത്ത് ശ്രീകാന്ത് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുകയാണ്, ഇനി എന്ത് പ്രശ്നം ഉണ്ടാവാൻ, ആകെപ്പാടെയുള്ളൊരു തെളിവ് പുളിക്കനായിരുന്നു. പിന്നെ അവനെ ഇനി തട്ടിയാലോ, ഇനി ആരും അറിയാൻ പോകുന്നില്ല, നമ്മളാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് വാസവൻ വിളിക്കുന്നത്. വാസവൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നാഗർകോവിലിൽ വെച്ച് കണ്ടെന്നും അവിടെ പോയി ഞങ്ങൾ അവനെ പൊക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവനെ ആരോ കൊന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവരങ്ങോട്ട് പോയ കാര്യം പുറത്ത് ആരും അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അത് ഇനി അവിടെ പോയ കാര്യം വിക്രമെങ്ങാനും അറിഞ്ഞ് വിക്രമെങ്ങാനും വന്നാണോ ചെയ്തേ എന്ന് ചോദിക്കുകയാണ്. വിക്രം എങ്ങനെ അറിയാനാ? അതല്ല, വിക്രത്തിൻ്റെ കൂട്ടുകാരന്മാർ ആ ജോസഫും അനിയൻകുട്ടനും കൂടെ ഉണ്ടായിരുന്നല്ലോ, അവന്മാരെങ്ങാനും വിളിച്ചിനെ അറിയിച്ച് അങ്ങനെ എങ്ങാനും വിക്രം വന്നാണോ ഇതൊക്കെ ചെയ്തതെന്ന് അറിയത്തില്ലല്ലോ എന്ന് ശ്രീകാന്ത് പറയാണ്. ഇതൊക്കെ അവൻ്റെയും ആ ശ്രീനിവാസൻ്റെയും കളിയായിരിക്കും, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുവാണ് വാസവടുത്ത്. അപ്പോൾ വാസവൻ പറയാണ്, ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്, ഇത് ശ്രീനിവാസൻ്റെ കളിയാണെന്നും വിക്രത്തെ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് വിക്രം അവിടെ എത്തി അവനെ കൊലപ്പെടുത്തിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയല്ല പക്ഷേ കാര്യങ്ങൾ. ഞാൻ ശ്രീനിവാസനുമായിട്ട് സംസാരിച്ചു. ശ്രീനിവാസൻ തെറപ്പിച്ച് പറയുന്നു അയാളല്ല അത് ചെയ്തതെന്ന്. അയാൾക്കും ഇതാരാണെന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഇടയിൽ ആരോ വ്യക്തമായി കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ആ ആളെ ഞങ്ങൾ തിരിച്ചറിയും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പുളിക്കനെ വകവരുത്തിയതെന്ന് വാസവനാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ ശ്രീകാന്ത് ആകപ്പാടെ ടെൻഷനാവുന്നുണ്ട്. എന്തായാലും അവൻ അങ്ങനെ രക്ഷപ്പെടുമെന്നൊന്നും വിചാരിക്കേണ്ട, ആരായാലും പൊക്കിയിരിക്കും. പക്ഷേ മാർക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഇതൊക്കെ കണ്ട ഒരാളുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അപ്പം ശ്രീകാന്ത് ചോദിക്കുകയാണ്, ഇതൊക്കെ കണ്ടതാരാന്ന് ചോദിക്കുകയാണ്. അത് വിക്രത്തിൻ്റെ കൂട്ടുകാരൻ അനിയൻകുട്ടൻ, അവൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ട അവൻ ആകപ്പാടെ മാനസിക നില തെറ്റിയ അവസ്ഥയാണ്. അവർ കൊല്ലുമെന്നും പറഞ്ഞ് ആകപ്പാടെ ബഹളവും പേടിച്ച് വിറച്ചിരിക്കുകയാണ്. എന്തുവായാലും അവനെ നല്ലൊരു ഡോക്ടറിനെ കാണണം, അവൻ്റെ മാനസിക നില വീണ്ടെടുക്കണം. അപ്പോൾ അവൻ പറയും ആരാ കൊന്നേന്ന്. അതോടെ ആ ഒളിച്ചിരിക്കുന്ന കൊലയാളിയെ ഞങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ കാര്യത്തിൽ ഞാനും ശ്രീനിവാസനും ഒന്നാണെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് ആകപ്പാടെ ടെൻഷനാവുന്നുണ്ട്. അവൻ വ്യക്തമായി കണ്ടെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും അറിയത്തില്ല എന്ന് വാസവൻ പറയാണ്. എന്തായാലും അത് കണ്ട് പേടിച്ച് വരണ്ടിരിക്കുകയാണ്. അവർ എല്ലാവരെയും കൊല്ലും എന്ന് മാത്രം പറയുന്നതേ ഉള്ളൂ. ഇനി ഡോക്ടറിനെ കണ്ട് അവനെ പഴയ പോലെ ആക്കിയെടുക്കണം, എന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം ശ്രീകാന്താണ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് പറയാണ്, എന്തായാലും വാസവന് കൂടുതൽ സംശയമായിട്ടുണ്ട്. വിക്രം അല്ലെന്ന് തന്നെയാണ് അയാൾ ഉറപ്പിക്കുന്നത്. ഇപ്പം അവർ തമ്മിൽ ഒന്നായിരിക്കുകയാണ്. ശ്രീനിവാസനും വാസവനും കൂടെ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഒരബദ്ധം പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു, ആ അനിയൻകുട്ടൻ, വിക്രത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരാളുണ്ടല്ലോ, അനിയൻകുട്ടൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ചന്ദ്രശേഖരൻ ഞെട്ടിച്ചോദിക്കുകയാണ്, അവൻ പുറത്ത് പറഞ്ഞു ആരാണെന്ന്. ഇല്ലില്ല, ഇത് കണ്ട് അവൻ്റെ മാനസിക തല തെറ്റിയെന്നാണ് വാസവൻ പറഞ്ഞത്. അവനെ ആശുപത്രി കാണിച്ച് അവനെ പഴയ പോലെ ആക്കിയെടുത്തിട്ട് വേണം ഇനി കാര്യങ്ങളൊക്കെ അറിയാനാണ് വാസവൻ പറയുന്നത് എന്ന് ശ്രീകാന്ത് ചന്ദ്രശേഖരൻ്റെ അടുത്ത് പറയണം. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, നമ്മൾ അവനെ അവിടെ കണ്ടില്ലല്ലോ, കണ്ടായിരുന്നെങ്കിൽ അവനെയും കൂടെ തീർത്തിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് ചന്ദ്രശേഖരൻ പറയാണ്. ശ്രീകാന്ത് പറയാണ്, എന്തായാലും വാസവന് നല്ല സംശയമുണ്ട്, വേറെ ആരോ ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നുണ്ടെന്ന്. അവർ രണ്ടുപേരും കൂടെ ഒത്തുചേർന്നാൽ വലിയ കുഴപ്പമാവും വെച്ചാൽ നമുക്കത് വലിയ പ്രശ്നമായി മാറും എന്ന് പറയണം. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, നീ പറഞ്ഞത് ശരിയാണ്, എങ്ങനെയെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കുന്നതിൽ തടയണം, അവരെ തെറ്റിക്കണം. വാസവൻ്റെ മനസ്സിൽ വീണ്ടും വിക്രത്തെ കുറിച്ചുള്ള വിദ്വേഷം നമ്മൾ കോരിയിട്ട് കൊടുക്കണം. ഒരിക്കലും വിക്രത്ത് അല്ല ഇത് ചെയ്തതെന്ന് ഒരിക്കലും വാസവന് മനസ്സിൽ നിന്ന് മാറാൻ പാടില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയണം, അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല അച്ഛ എന്ന് പറയാണ്. അത് നടത്തണം, നടന്നില്ലെങ്കിൽ നമ്മുടെ രണ്ടിൻ്റെയും കഥ വാസവന് ശ്രീനിവാസനും കൂടെ തീർക്കും, അത് ഉറപ്പാണ്, അത് മനസ്സിൽ എപ്പോഴും വേണം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് ആകെപ്പാടെ ടെൻഷനാണ്. പിന്നെ എവിടെയോ ഒളിച്ചിരുന്ന വിക്രമാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നീയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? നിൻ്റെ വീട്ടിൽ നിൻ്റെ അച്ഛൻ നിന്നോട് എങ്ങനെ പെരുമാറുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ നിനക്ക് വീട്ടിലോ കമ്പനിയിലോ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അതുകൊണ്ട് ഈ കാര്യം ആരും അറിയാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നടത്തിയെടുത്തേ പറ്റൂ. ഇനി എന്ത് ചെയ്താലും അത് എടുക്കണമെന്ന് അവർ പറയുകയാണ്.
സമയത്ത് വേദയുടെ വീട്ടിൽ വിക്രവും വേദയും കൂടെ ഈ തന്നെ കഴിയുകയാണ്. പുളിക്കൻ മരിച്ചുപോയി, ഇനി എങ്ങനെ സത്യങ്ങൾ തെളിയിക്കും, അതിൻ്റെ ഒരു ടെൻഷൻ അവർക്കുണ്ട്. ആയാലും രണ്ടുപേരും ഒരുമിച്ചുള്ളതിൻ്റെ ഒരു സന്തോഷവും അവർക്കുണ്ട്. വേദ പറയുന്നുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വിക്രം ഈ മുറിയിൽ തന്നെ അങ്ങ് ഇരിക്കേണ്ടി വരും, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, അത് നടക്കത്തില്ലല്ലോ, ജീവിതകാലം മൊത്തം ഈ മുറിയിൽ തന്നെ ഇരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, എൻ്റെ സത്യസന്ധത പുറത്ത് കൊണ്ടുവരണ്ടേ, എങ്ങനെ ആയാലും അത് കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് വിക്രം വേദയെടുത്ത് പറയുന്നത്. വേദ പറയുന്നുണ്ട്, എനിക്ക് പല സംശയങ്ങളും ഉണ്ട്, പലരെയും സംശയമുണ്ട്, എന്തായാലും വിക്രമല്ല ഇത് ചെയ്തതെന്ന് പുറത്ത് വരല്ലേ, അതുകൊണ്ട് തന്നെയാണ് പുളിക്കനെ കൊന്നത്, അതുറപ്പാണ്. ഇതിൻ്റെ ഇടയിൽ ആരോ കളിച്ചിട്ടുണ്ട് വിക്രം, ആ ആൾ തന്നെയാണ് പുളിക്കനെയും കൊന്നത്. ആ ആളെ അനിയൻ കൂട്ടം കണ്ടെന്നല്ലേ പറഞ്ഞത്, ഇനി അനിയൻ കൂട്ടം പഴയ പോലെ എത്തിയാലേ നമുക്കറിയാൻ പറ്റൂ ആ ആളാരാണെന്ന്. ആ ആൾ തന്നെയാണ് വരുണിനെയും കൊന്നതെന്ന് വേദ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്, നീ പറയുന്നത് ശരിയാണ്, എങ്ങനെയെങ്കിലും അനിയൻ കൂട്ടം പറയണം ആരാണ് അന്ന് ആ പുളിക്കനെ കൊന്നേന്ന്, എന്നാൽ മാത്രമേ ഇതിൻ്റെ സത്യസന്ധത നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് വിക്രം, ഇനി അനിയൻ കൂട്ടൻ ജീവൻ ആപത്തിലായിരിക്കും. അപ്പോൾ വിക്രം ഒന്ന് ഞെട്ടുവാണ്, എന്താ വേദ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇപ്പോൾ എങ്ങനെയെങ്കിലും അവർ അറിഞ്ഞു കാണും അനിയൻ കൂട്ടനാണ് ഇതൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞു കാണും. ഇനി അനിയൻ കൂട്ടനെയും കൂടെ വകവരുത്തിയാലേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നൊരു തോന്നൽ അവർക്കുണ്ടായാൽ ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് ആകപ്പാടെ ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്.